ഇന്ന് നമുക്ക് തയ്യൽ മെഷീനുകളെ കുറിച്ചിട്ട് പരിചയപ്പെടാം. തയ്യൽ മെഷീൻ പല വിധത്തിലുണ്ട്. ഇതാണ് സിംഗിൾ മെഷീൻ. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സിംഗിൾ മെഷീൻ. ബിഗിനേഴ്സ്, തുടക്കക്കാരൊക്കെ കൂടുതലും തയ്യൽ പഠിച്ചിട്ടുണ്ടാവുക ഈ മെഷീനിലായിരിക്കും. ഇനി ഇതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് സ്പൂൾ പിന്ന്, 2 എണ്ണം ഉണ്ടാവും നമുക്ക് ബോബിൻ വൈൻഡറിൽ ഉപയോഗിക്കാനൊക്കെ. ഇത് സ്റ്റിച്ചിങ് റെഗുലേറ്റർ, നമുക്ക് സ്റ്റിച്ച് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. ഇതിന് മുകളിലേക്ക് നീക്കിയാൽ സ്റ്റിച്ച് വലുതാവും, താഴേക്ക് ഒരു സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ സ്റ്റിച്ച് ചെറുതാക്കാനാണ്. ഏറ്റവും താഴെ റിവേഴ്സാണ്, ബാക്കിലേക്കാണ് പോകട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുറുക്കി വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതാണ് ബോബിൻ വൈൻഡർ. ഈ ഒരു സ്ക്രൂ ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് ബോബിൻ ഇതുപോലെ വെച്ചിട്ട് മുകളിലത്തെ ലിവർ അതിന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ സ്ക്രൂ ടൈറ്റാക്കിയിട്ടാണ് ഈ ബോബിന് വൈൻഡ് ചെയ്യുന്നത്, നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്നത്. ഇത് ഫേസ് പ്ലേറ്റ്. ഈ ഫേസ് പ്ലേറ്റിന് 2 സ്ക്രൂവും ഉണ്ടാകും. ഇത് പ്രഷർ ഫുട്ട് ലിഫ്റ്റർ. നമ്മളെ ഈ പ്രഷർ ഫുട്ട് ഉണ്ടല്ലോ, ഈ ചവിട്ട്, അത് പൊക്കുന്നത്. ഇതാണ് ടെൻഷൻ സ്പ്രിങ്, നമ്മൾ സ്റ്റിച്ച് മുറുക്കാനും ലൂസാക്കാനൊക്കെ ഉപയോഗിക്കുന്ന. ഇതിനകത്ത് 2 ഡിസ്ക് പ്ലേറ്റുകളും ഉണ്ടാകും. അത് നമ്മൾ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ സ്ക്രൂ. ഇനി ഇതാണ് ത്രെഡ് ടേക്കപ്പ് ലിവർ. നൂലിനെ അതിനകത്തിട്ടിട്ട് ആ നൂല് മേലേക്കും താഴേക്കൊക്കെ കൊണ്ടുപോകുന്ന ലിവർ. ഇത് നീഡിൽ ബാർ, നമ്മുടെ സൂചി ഫിറ്റ് ചെയ്യുന്ന നീഡിൽ ബാർ. അവിടെ ഒരു നീഡിൽ ക്ലാമ്പ് കാണാം, സൂചി അതിനകത്താണ് മുറുക്കിയിടുന്നത്. നീഡിൽ ക്ലാമ്പ് കാണാം, നീഡിലുണ്ട്. അതുപോലെ അതിനൊരു തമ്പ് സ്ക്രൂവും കാണാം. ഇതിനകത്ത് ഈ സൈഡിൽ നൂലിടാൻ വേണ്ടിയിട്ട് ഒരു ഹുക്കും കാണാൻ പറ്റും. ഇതാണ് പ്രഷർ ഫുട്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചവിട്ട് എന്നൊക്കെ പറയും, പ്രഷർ ഫുട്ട് എന്നാണ് ഇതിന് ശരിക്കും പറയുക. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നീഡിൽ ത്രോട്ട് പ്ലേറ്റ്. ഇത് സ്ലൈഡ് പ്ലേറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തേക്ക് കേസും ബോബിനൊക്കെ അതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഷട്ടിൽ ഹുക്ക് എന്ന് പറയുന്നത്. ഇനി ബോബിനും കേസും. കേസിന് ഇതുപോലെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ബോബിന് എങ്ങനെയാണ് അതിനകത്ത് ഇടേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കാണുക. ബോബിന് ഇതുപോലെ ഇട്ടിട്ട് വലത്തെ ഭാഗത്തു നിന്ന് ഇടത്തെ ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. പലരും ഇത് തെറ്റായ രീതിയിലാണ് ശീലിച്ച് വന്നിട്ടുള്ളത്. വലത്തെ ഭാഗത്തു നിന്ന് ഇടത്തെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ പ്ലേറ്റിന് ഇടയിലൂടെ എടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഷട്ടിൽ ഹുക്കിൽ കേസും ബോബിനും അപ്ലൈ ചെയ്യുന്ന രീതി. അത് അവിടെ പ്രസ് ചെയ്യണം കേട്ടോ. ഒരു ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ കൊണ്ടിട്ട് സൂചി ഒടിയും. ഇനി നമുക്ക് നൂലിടുന്നത് നോക്കാം. ഇതുണ്ടോ, ആ സ്പൂൾ പിന്നിലിട്ട് പിന്നെ ആ ഹുക്കിലിട്ട് ടെൻഷൻ സ്പ്രിങ്ങിലൂടെ വന്ന് ഈ ത്രെഡ് ടേക്കപ്പ് ലിവറിലൂടെ എടുക്കുക. അതിൻ്റെ ഒരു ഹോളുണ്ട്, അതിനകത്ത് കൂടെ ഇട്ടിട്ട് ഇനി ഈ ഫേസ് പ്ലേറ്റിൻ്റെ അവിടെ ഒരു ഹുക്ക് കണ്ട, ആ ഹുക്കിലൂടെ ഇടുക. ഇനി ആ നീഡിൽ ബാറിൻ്റെ അവിടെ ആയിട്ട് ഒരു ഹുക്കും കൂടി കാണാൻ പറ്റും, സൂചിയുടെ തൊട്ട് മുകളിൽ. ആ ഹുക്കിലിട്ടിട്ട് പിന്നീട് സൂചിയിലേക്ക് ഇടുക. ഇതുപോലെയാണ് ഈ ചെറിയ മെഷീനിൽ, സിംഗിൾ മെഷീനിൽ നൂലിടേണ്ടത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാൻഡ് വീല്, നമ്മൾ ചവിട്ടുന്ന സമയത്ത്, മോട്ടോറിലല്ല ചവിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. ഇത് ഇതിൻ്റെ പെഡൽ ഫുട്ട്, നമ്മൾ സാധാരണ മാനുവലായിട്ട് ചവിട്ടി ഉപയോഗിക്കാനുള്ളത്.